കേന്ദ്ര ബജറ്റ് 2025 മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തിന് അഭിനന്ദനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേരളത്തെ അഭിനന്ദിച്ചിരിക്കുന്നത്. അതേസമയം സ്വകാര്യ മേഖലയിലെ ജോലി സമയത്തിലടക്കം വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തവണത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ജോലി സമയത്തിൽ ആവശ്യം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും ഓവർ ടൈം നിയമത്തിൽ മാറ്റം വേണമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് സർവേ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി എന്നത് കണക്കാക്കുന്നതിലടക്കം ഇളവുകൾ നൽകണം. തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം കിട്ടാൻ വഴിയൊരുക്കണം. സ്ഥാപനങ്ങൾക്ക് ആവശ്യഘട്ടങ്ങളിൽ കൂടുതൽ സമയം തൊഴിൽ എടുപ്പിക്കാനാകണമെന്നും സാമ്പത്തിക സർവേ ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ സമയം ജോലിയെടുക്കണമെന്ന ചില വ്യവസായികളുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് 2025 സാമ്പത്തിക സർവേ. തൊഴിൽ സമയവും ഓവർ ടൈമും നിജപ്പെടുത്തുന്ന നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് സർവേ നിർദ്ദേശിക്കുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ വളർച്ച കുറയുമെന്നും സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നുണ്ട്. തൊഴിൽ നിയമപ്രകാരം ആഴ്ചയിൽ 48 മണിക്കൂറേ ഒരാളെ പണിയെടുപ്പിക്കാവൂ എന്നുമുണ്ട്. ഫാക്ടറി ഓവർ ടൈം നിയമങ്ങളിൽ കൂടുതൽ വേതനം നൽകിയുള്ള അധിക സമയം എത്രയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓവർ ടൈം ഉൾപ്പെടുത്തിയാലും ആഴ്ചയിൽ 63 മണിക്കൂറിൽ കൂടുതൽ തൊഴിലെടുപ്പിക്കാൻ പാടില്ല. നല്ല കരാറുകൾ കിട്ടുമ്പോൾ തൊഴിൽ സമയം കൂട്ടി വരുമാനം നേടാൻ നിയമങ്ങൾ സ്ഥാപനങ്ങൾക്ക് തടസ്സമെന്നാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വേതനം തൊഴിലാളികൾക്ക് കിട്ടാനുള്ള സാഹചര്യവും ഇതിലൂടെ ഇല്ലാതാകുന്നുവെന്നാണ് സർവേയിലെ വാദം. നിർമ്മിത ബുദ്ധി തൊഴിലവസരങ്ങളെ ബാധിച്ചേക്കാമെന്നും സർവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നടപ്പു സാമ്പത്തിക വർഷം 6.5-നും 7-നും ഇടയിൽ വളർച്ച പ്രതീക്ഷിച്ചത് 6.4 കുറയും. അടുത്ത വർഷം 6.3-നും 6.8-നും ഇടയിലാണ് വളർച്ച പ്രതീക്ഷിക്കുന്നത്. ഭക്ഷ്യധാന്യ ഉൽപാദനം കൂടി. വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്താനായി എന്നും സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉൽപാദന രംഗത്തെ ഇടിവാണ് പ്രതീക്ഷിച്ച വളർച്ച നടപ്പുവർഷം ഇല്ലാതിരിക്കാൻ കാരണമെന്നും സർവേ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ബജറ്റ് 2025 സ്ത്രീകൾക്കും കർഷകർക്കും മധ്യവർഗത്തിനും ഹാപ്പിയാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദായ നികുതി പരിധി ഉയർത്തി. 12 ലക്ഷം വരെ നികുതി ഇല്ലെന്നാണ് പ്രഖ്യാപനം. വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി 6 ലക്ഷമാക്കി ഉയർത്തി. അതേസമയം തന്നെ ബീഹാറിനും ബമ്പർ അടിച്ചിട്ടുണ്ട്. ബീഹാറിന് വാരിക്കോരി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതിനിടയിൽ ബജറ്റ് അവതരണ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതും ശ്രദ്ധേയമായി. സ്പീക്കർ സഭയിലെത്തിയതിനു പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടങ്ങുകയായിരുന്നു. കുംഭമേള ഉയർത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് ബജറ്റിന് ശേഷം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ അറിയിച്ചുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്പസമയത്തിനുള്ളിൽ തിരികെ എത്തിയ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് പ്രതീകാത്മകമായ പ്രതിഷേധമായിരുന്നുവെന്നും ബജറ്റ് അവതരണത്തോട് സഹകരിക്കുമെന്നും അറിയിച്ചു. മധ്യവർഗത്തിന്റെ ശക്തി കൂടുന്ന ബജറ്റ് എന്ന പ്രഖ്യാപനത്തോടെയാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്ന ബജറ്റിൽ മധ്യവർഗത്തിനാണ് ഇത്തവണ കൂടുതൽ പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത്.